ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം അതോസ്മിൻ സദാശിവം. പ്രിയപ്പെട്ട ഗോപാൽജി, സുധിയേട്ടൻ, അതുപോലെ സഹപ്രവർത്തകർക്കും അമ്മമാർക്കും എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രപഞ്ചശക്തിയെ തന്ത്രിയുടെ പ്രാണശക്തിയുമായി ലയിപ്പിച്ചിട്ടാണ് വിഗ്രഹാരാധന നടത്തുന്നത്. അതിലെ ഓരോ തന്ത്രിമാരാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഓരോ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് എന്താണ് അവിടെ പടിത്തരം, അതായത് നിവേദ്യം കൊടുക്കേണ്ടത് എന്താണ്, അവിടുത്തെ ആരാധന എന്താണ്, പൂജ എന്താണ്, ഇങ്ങനെയുള്ളൊരു സങ്കല്പത്തിലാണ് കേരളത്തിലെ 40,000-ഓളം ക്ഷേത്രങ്ങൾ. എന്നാൽ നമ്മള് ഈ കേരളം വിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അഭിഷേകം ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നേരിട്ട് അഭിഷേകം ചെയ്യാൻ പറ്റുന്ന വിഗ്രഹങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ തന്നെ നമുക്ക് കേരളത്തിന്റെ അതേ ശൈലിയിലുള്ള ബദ്രിനാഥ് പോലുള്ള ക്ഷേത്രങ്ങൾ, സോമനാഥ ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയാം 1000 വർഷങ്ങൾക്ക് ശേഷം ആക്രമണത്തിന്റെ 1000 വർഷവും സ്വാതന്ത്ര്യാനന്തരം ആദ്യം പടുത്തുയർത്തിയ സോമനാഥ ക്ഷേത്രത്തില് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അവിടെ ഒരു അഭിഷേകം ചെയ്തു. ആ അഭിഷേകം നേരിട്ട് വിഗ്രഹത്തിലല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് അഭിഷേകം ഗംഗാജലം ഒഴിക്കുന്ന സമയത്ത് അത് ഗോമുഖി ഇതുവഴി പശുവിന്റെ വായിലൂടെയാണ് വിഗ്രഹത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സങ്കല്പമാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിൽ നമുക്ക് നേരിട്ട് അഭിഷേകം ചെയ്യാനോ മറ്റും ഒന്നും സാധ്യമല്ല. അപ്പൊ ഇവിടുത്തെ തന്ത്രി സാമൂഹ്യമായ ഒരു പരിവർത്തനത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാവരുടെയും ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടും ഒരു അസുലഭമായ നിമിഷമാണ് വാസ്തവത്തിൽ നേരിട്ടുള്ള അഭിഷേകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ശിവലിംഗ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ശിവവിഗ്രഹം, അതിന് അഷ്ടോത്തരം 108 നാമങ്ങളായിട്ടാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാം അഷ്ടോത്തരവും സഹസ്രനാമവും ഒക്കെ ആണെങ്കിലും ആ 108 ഭാവത്തിലേക്ക്, അതില് നീലലോഹിതനായിട്ടുള്ള ഭാവത്തിലേക്കാണ്. നീലകണ്ഠനാണ്, നീല നിറമാണ് ശിവന്. അപ്പോ നീല ആകാശമാണ്, നീലക്കടലാണ്. അപ്പോ സമുദ്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, നമ്മൾ പറയല്ലേ, ഗഹനം എന്തൊരത്ഭുതം, സമുദ്രം എന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം, സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥനായ നീ, സകല ശക്ത നിൻപദം നമിച്ചിടുന്നു ഞാൻ വിഭു. ആ മഹാദേവന്റെ മുന്നിൽ നമിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ വലിയൊരു അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലാണ് ഈ ലോകം മുഴുവൻ പോകുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ യാത്ര ഗംഭീരമാകട്ടെ. ഈ യാത്രയിലൂടെ വലിയൊരു ഹൈന്ദവ സമാജത്തിന്റെ ശക്തി, സാമൂഹ്യമായ ശക്തിയിലൂടെ, നാമജപത്തിലൂടെ, ആരാധനയിലൂടെ, പൂജയിലൂടെ, ഈ പറഞ്ഞ രാഷ്ട്രീയപരമായി പറയുന്നില്ലെങ്കിൽ പോലും ഹൈന്ദവർ അതിശക്തമായി ഒരുമിച്ച് വന്ന് ശങ്കരന്റെ നാടായിട്ടുള്ള ആലുവയിലാണ് ശങ്കരാചാര്യ സ്വാമികൾ ജനിച്ചത്. ഈ ശങ്കരന്റെ നാട് വീണ്ടെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കാം. അതിന് ഈ ആരാധനയിലേക്കും എല്ലാവരെയും കൊണ്ടുവന്ന്, ചില സമയത്ത് പറയാറുണ്ട് ഈ ഒരു മറ്റ് ബ്രാഹ്മണ വിഭാഗത്ത് മാത്രമാണ് അവിടെ പൂജിക്കുന്നത്, മറ്റുള്ളവർക്കുള്ള അവസരം. അങ്ങനെയൊന്നുമില്ല. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പാലയം വിളംബരത്തിലൂടെ അതിന്റെ ആചാര്യനായ മാധവജി ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യം എന്നുള്ള പാലയം വിളംബരത്തിലൂടെ സർവരെയും പൂജ പഠിക്കാൻ യോഗ്യരായ സർവരെയും പഠിപ്പിക്കാൻ തുനിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് ഹിന്ദുധർമ്മം. എല്ലാവർക്കും എല്ലാത്തിനും അവസരമുണ്ട്. ആ അവസരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് ചേർന്ന് അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആരാധനയെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ ശക്തി, സംഘടിത ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.